ഹലോ നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ഷിജിന ഷാജി. ഞാനിത് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമെന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ പറ്റിയാണ്. നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ ഡിയെ സൺഷൈൻ വൈറ്റമിൻ എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പുറത്തിറങ്ങി വെയിൽ കൊള്ളുമ്പോൾ ആ വെയിലിൻ്റെ രശ്മികൾ, അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന രശ്മികൾ നമ്മുടെ സ്കിന്നിൽ പതിച്ച് ആ സ്കിന്നിൻ്റെ അടിയിലെ ലെയറിൽ സിന്തസിസ് ചെയ്യുന്ന നമ്മുടെ ശരീരത്തിലെ ഏക വൈറ്റമിൻ എന്ന് പറയുന്ന വൈറ്റമിൻ ഡി ആണ്. 90% വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന സൺലൈറ്റിൽ നിന്ന് തന്നെയാണ്. വെറും 10% മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി ലഭിക്കാറുള്ളൂ. വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യകരമായ പ്രവർത്തനത്തിന് വളരെ വലിയൊരു പങ്ക് തന്നെ വഹിക്കുന്നുണ്ട്. അതായത് നമ്മുടെ രോഗപ്രതിരോധ ശേഷിയുടെ ശരിയായ പ്രവർത്തനത്തിന് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യ ഘടകമാണ്. അതുപോലെ നമ്മുടെ പ്രോപ്പർ ബ്രെയിൻ ഫംഗ്ഷൻ വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. നമ്മുടെ അസ്ഥികളുടെയും സന്ധികളുടെയും മസിൽസിൻ്റെയും ഒക്കെ പൊതുവെയുള്ള ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വളരെ അത്യാവശ്യമാണ്. അത് തന്നെയല്ല, നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് കാൽഷ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും അയണിൻ്റെയൊക്കെ പ്രോപ്പറായിട്ടുള്ള അബ്സോർപ്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കണമെങ്കിലും വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ ശരിയായ അളവിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ഇതൊക്കെ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിൽ നടക്കുകയുള്ളൂ. ഈ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവാണെങ്കിൽ നമ്മുടെ ശരീരം പ്രധാനമായിട്ടും കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ലക്ഷണം എന്ന് പറയുന്നത് ക്ഷീണമാണ്. നമുക്ക് അകാരണമായ ഒരു ക്ഷീണം അനുഭവപ്പെടുക. നമ്മൾ സമയത്തിന് ആഹാരം കഴിക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കുന്നുണ്ട്, അതും ക്വാളിറ്റി ഫുഡാണ്. അതുപോലെ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നുണ്ട്, നമ്മൾ ആവശ്യത്തിന് രാത്രി കിടന്ന് ഉറങ്ങുന്നുണ്ട്. എന്നിരുന്നാലും പിറ്റേ ദിവസം നമുക്ക് വല്ലാത്തൊരു ക്ഷീണം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൽ കുറവാണെന്ന് തന്നെയാണ് അതിനൊരു കാരണം. രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് നമുക്ക് മസിലിനും ബോണിനും ഉണ്ടാകുന്ന വേദനയാണ്. പലപ്പോഴും നമ്മുടെ ഇടയ്ക്ക് ഒ പിയിൽ പേഷ്യൻസ് വരുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, ഡോക്ടർ ഞങ്ങൾക്ക് ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ നട്ടലിൻ്റെ അടിഭാഗത്ത്, അതായത് ലോ ബാക്കിൽ ഭയങ്കര വേദനയാണ്. കുറച്ച് നടന്നു കഴിയുമ്പോൾ ശരീരത്തിന് വലിയ വേദനയാണ്. രാത്രി വല്ലാതെ മസിൽ ക്രാംസ് ഉണ്ടാകുന്നു. ഞങ്ങൾക്ക് വല്ലാത്ത ബോഡി പെയിൻ ആണ്. പലപ്പോഴും കൊച്ചു കുട്ടികളെ കൊണ്ടൊക്കെ അമ്മമാർ വന്നിട്ട് പലപ്പോഴും പറയുന്നത്, അവൻ ഇന്നലെ പോയി ഓടിക്കളിച്ചിട്ട് വന്നതിന് ശേഷം അവന് ഭയങ്കര ബോൺ പെയിൻ ആണ് ഡോക്ടറെ. ചിലപ്പോൾ അവൻ്റെ കൈയും കാലും ഒക്കെ വളരുന്നത് കൊണ്ടാണോ ഇങ്ങനെ വേദന ഉണ്ടാകുന്നതെന്നൊക്കെയാണ് പലപ്പോഴും നമ്മുടെ അടുക്ക വന്ന് ചോദിക്കുന്നത്. നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾ മുതിർന്നയാളോ കൊച്ചു കുട്ടികളോ ആയിക്കോട്ടെ, എന്നിരുന്നാൽ കൂടിയും നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ശരീരത്തിൽ കുറവാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോൺ പെയിനും അതുപോലെ തന്നെ മസിൽ പെയിനും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും. അത് പല തരത്തിലാണെന്നേ ഉള്ളൂ. മസിൽ പെയിനും ബോൺ പെയിനും നിങ്ങൾക്ക് വലിയ ഡിഫറൻസ് ഒന്നും തന്നെ ഇല്ല. മസിൽ പെയിൻ പലപ്പോഴും നമ്മുടെ മൂവ്മെൻറ്റ്സിനനുസരിച്ച് നമുക്ക് മാറിക്കൊണ്ടിരിക്കും. ബോൺ പെയിൻ പലപ്പോഴും വളരെ ഷാർപ്പായിട്ടുള്ളൊരു പെയിൻ ആയിരിക്കും. കൈയും കാലും ഒക്കെ എപ്പോഴും ഭയങ്കരമായിട്ട് കഴിക്കുന്നത് പോലെ തോന്നുക. കുറച്ച് നടന്നു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന് മൊത്തത്തിലൊരു വേദനയൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെന്നാണ് അത് കാണിച്ചു തരുന്നത്. മൂന്നാമത്തെ കാരണമെന്ന് പറയുന്നത് ഉറക്കക്കുറവാണ്. നിങ്ങൾക്ക് രാത്രി നന്നായിട്ട് കിടന്ന് ഉറങ്ങണമെന്ന് ആഗ്രഹമൊക്കെ കാണും, പക്ഷെ നിങ്ങൾക്ക് നന്നായിട്ട് ഉറക്കം കിട്ടത്തില്ല. അതായത് നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പും സൗണ്ട് സ്ലീപ്പും എന്ന് പറയും, നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വളരെ മോശമായിരിക്കും. നിങ്ങൾ ഒരുപാട് നേരം രാത്രി ഉറങ്ങാതെ കിടക്കുന്നൊരവസ്ഥ, ഇനി ഉറങ്ങിയാൽ തന്നെ ഉണർന്നു വരുന്ന ഒരവസ്ഥ, നിങ്ങൾക്കൊരു പ്രോപ്പറായിട്ടൊരു 8 മണിക്കൂർ ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടാതിരിക്കുക. ഇതും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. അടുത്ത കാരണമെന്ന് പറയുന്നത് മുടി കൊഴിച്ചിലാണ്. നിങ്ങളുടെ തലയിൽ താരനോ മറ്റ് സ്കാൽപ്പുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫെക്ഷൻസോ അസുഖങ്ങളോ ഒന്നുമില്ല. നിങ്ങൾ പലതരത്തിലുള്ള എണ്ണകൾ മാറ്റി വയ്ക്കുന്നു, നിങ്ങൾ ഒരുപാട് തരത്തിലുള്ള ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് പരീക്ഷിച്ചു, എന്നാലും നിങ്ങളുടെ മുടി കൊഴിച്ചിൽ കുറയുന്നില്ല. നിങ്ങൾ തൈറോയ്ഡ് ടെസ്റ്റ് ചെയ്യുന്നു, തൈറോയ്ഡ് വളരെ നോർമലാണ്, നിങ്ങൾക്ക് തൈറോയ്ഡ് സംബന്ധമായ യാതൊരു രോഗങ്ങളും ഇല്ല, എന്നിട്ടും നിങ്ങളുടെ മുടി കൊഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നിങ്ങളുടെ വൈറ്റമിൻ ഡി നിങ്ങളുടെ ബ്ലഡിൽ വളരെയധികം കുറവായിരിക്കും. അതുകൊണ്ടായിരിക്കാം നിങ്ങളുടെ മുടി കൊഴിയുന്നത്. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് രോഗികളും പേഷ്യൻസ് നമ്മുടെ ഇടയ്ക്ക് എപ്പോഴും വന്ന് പറയുന്നൊരു പ്രശ്നം എന്നാന്ന് വെച്ചാൽ അവർക്ക് റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നു ശരീരത്തിൽ. അവർക്ക് 2 മാസം കൂടുമ്പോൾ ഓരോ മാസത്തിലും പലതവണയായിട്ട് പനി, ജലദോഷം, തുമ്മലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നു. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നു. അവർക്ക് ആസ്മയുടെ ഹിസ്റ്ററി ഉള്ളവർക്കാണ് ആസ്മ പെട്ടെന്ന് ഉണ്ടാകുന്നു. തീരെ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്തൊരവസ്ഥ. അവർ ആൻറ്റിബയോട്ടിക് എടുക്കുന്നു, ആൻറ്റിബയോട്ടിക് തീർന്നൊരു 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നു. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക്
എല്ലാവർക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഭയങ്കരമായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ കാണാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. എസ്പെഷ്യലി കൊച്ചു കുട്ടികൾക്കൊക്കെ ആസ്മയുടെ അറ്റാക്ക് റിക്കറൻ്റ് ആയിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉള്ളത് കൊണ്ടാണ്. കാരണം നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റവും വൈറ്റമിൻ ഡി ആയിട്ട് വളരെയധികം ബന്ധപ്പെട്ടിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ നിങ്ങൾ ഈ പറയുന്ന രോഗങ്ങൾക്ക് സിംറ്റമാറ്റിക് ലൈൻ ഓഫ് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് കാര്യമില്ല. അസുഖത്തിൽ നിന്ന് നിങ്ങൾക്ക് തൽക്കാലം ഒരു ആശ്വാസം മാത്രമേ കിട്ടത്തുള്ളൂ. നിങ്ങൾ വൈറ്റമിൻ ഡി കൃത്യമാക്കി പ്രോപ്പറായിട്ട് ശരീരത്തിൽ വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ കൃത്യമായി നിലനിർത്താത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായിരിക്കത്തില്ല. മറ്റൊരു കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ എവിടെയെങ്കിലും മുറിവുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പതുക്കെ വളരെ സാവധാനം അത് പൊറുക്കുന്നൊരവസ്ഥ, വളരെ സാവധാനം അതിൻ്റെ ഹീലിംഗ് നടക്കുക. സാധാരണഗതിയിൽ നമ്മളിത് കാണുന്നത് ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസ് ഡയബറ്റിക് കൺട്രോൾഡ് അല്ല എന്നുണ്ടെങ്കിൽ ഈ വൂണ്ട് ഹീലിംഗ് അവരിൽ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നൊരു പ്രോസസ്സാണ്. പക്ഷേ നിങ്ങൾ നോൺ ഡയബറ്റിക് ആയിക്കോട്ടെ, നിങ്ങളുടെ ഡയബറ്റിക് വളരെ കൺട്രോളിലായിരിക്കും. നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവ് ഉണ്ടാവുകയാണെങ്കിൽ അത് ഹീൽ ചെയ്യാൻ ഒരുപാട് കാലതാമസം എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങളുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡി കുറവാണെന്നാണ് അത് നിങ്ങളെ സൂചിപ്പിക്കുന്നത്. ഈ മേൽ പറഞ്ഞ ഏതെങ്കിലും ഒരു ലക്ഷണമോ ഒന്നിൽ കൂടുതൽ ലക്ഷണങ്ങളിൽ കൂടെ നിങ്ങളുടെ ശരീരം കടന്നു പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്യേണ്ടതാണ്. വൈറ്റമിൻ ഡി ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു സാധാരണ ബ്ലഡ് ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഏത് ലാബിൽ പോയിട്ടാണെങ്കിലും വൈറ്റമിൻ ഡിയോ വൈറ്റമിൻ D3യോ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു 1000-നും 1300-നും ഇടയ്ക്ക് വിലയുള്ള ഒരു ടെസ്റ്റാണ് വൈറ്റമിൻ ഡി അല്ലെങ്കിൽ വൈറ്റമിൻ D3 ടെസ്റ്റ് എന്ന് പറയുന്നത്. വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ഏറ്റവും കുറവാണെങ്കിൽ സാധാരണ നമ്മുടെ കേരളത്തിൽ കാണുന്ന എല്ലാ ലാബുകളിലും 30 തൊട്ട് 100 വരെയാണ് അതിൻ്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത്. ഒരു 20-ന് താഴെയോ 10-ന് താഴെയുമാണ് നിങ്ങളുടെ വൈറ്റമിൻ ഡി എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന് വളരെ അത്യാവശ്യമാണ്. വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ ശരിയായ അളവിൽ നിലനിർത്തുക എന്നുള്ളത്. ഡി നിങ്ങളുടെ ശരീരത്തിൽ ഒരുപാട് കാലം കുറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പലതരത്തിലുള്ള ക്യാൻസറുകളാണ്. പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് സാധ്യതയുണ്ട്, വന്ധ്യതയ്ക്ക് ഇതൊരു കാരണമാകും. അതുപോലെ തന്നെ സ്ത്രീകളിലാണെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറിന് ഇതൊരു കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ സെർവിക്കൽ ക്യാൻസറിന് ഇതൊരു പ്രധാനപ്പെട്ട കാരണമാകാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളൊരു കാർഡിയാക് പേഷ്യൻസ് ആകാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഹൃദ്രോഗ സാധ്യതകൾ വളരെ കൂടുതലാണ് വൈറ്റമിൻ ഡി കുറേ കാലം കുറഞ്ഞു നിൽക്കുന്ന ആൾക്കാരിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വയറിൽ നിങ്ങളുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു കംപ്ലീറ്റ് ഇൻബാലൻസിന് ഇതൊരു കാരണമാകാറുണ്ട്. നിങ്ങൾക്ക് പലതരത്തിലുള്ള മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഉണ്ടാകാൻ ഒരു കാരണമാണ്. നിങ്ങൾ ഒരു രക്തസമ്മർദ്ദമുള്ള രോഗിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രക്തസമ്മർദ്ദത്തിന് വേണ്ടി നിങ്ങൾ മരുന്നുകൾ മാറി മാറി കഴിച്ചാലും നിങ്ങളുടെ രക്തസമ്മർദ്ദം നോർമലാകാതെ കുറയാതെ നിൽക്കുന്നൊരവസ്ഥ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് വൈറ്റമിൻ ഡി നോർമൽ അളവിൽ നമ്മുടെ ശരീരത്തിൽ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമ്മുടെ ആരോഗ്യകരമായ ഒരു ജീവിതത്തിന്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു ദിവസത്തിൽ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.